എല്ലാവരും റബ്ബർ ബാൻഡ് കണ്ടിട്ടുണ്ടാകും. റബ്ബർ ബാൻഡ് കാണാത്ത ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ അതിനകത്ത് വലിയൊരു പാഠം ഒളിച്ചിരിക്കുകയാണ്. അതിനൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. വലിച്ചാൽ നല്ല വികസിക്കുകയും വിട്ടാൽ പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യും. മനുഷ്യരിൽ പലവിധം. ചിലര് ഒന്നിനും വളഞ്ഞു കൊടുക്കത്തില്ല. അവർ ചിന്തിക്കുന്നതാണ് ശരി എന്ന് കടുംപിടുത്തം പിടിക്കും. ഇത് ഒരു തരം. ഇനിയൊരു തരം മനുഷ്യർ, അവർക്ക് വ്യക്തിത്വമേ ഉണ്ടാവില്ല. ആരെന്ത് പറഞ്ഞാലും അതനുസരിച്ച് ഒഴുക്കിലൂടെ അങ്ങ് പോകും. പക്ഷേ ഇവർ രണ്ടുപേരും ജീവിതത്തിൽ വിജയിക്കില്ല. കടുംപിടുത്തവും പിടിക്കുന്നവർക്ക് ഒരുപാട് ദുഃഖവും നിരാശയും വേദനയും ഉണ്ടാകും. എല്ലാം വഴങ്ങിക്കൊടുക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരുപാട് നഷ്ടവും ഉണ്ടാകും. പക്ഷേ ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് റബ്ബർ ബാൻഡ് പോലെ വലിച്ചാൽ വലിയുകയും വിട്ടാൽ പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ആ ഒരു രഹസ്യം പഠിച്ച ഒരു മനുഷ്യൻ ആവശ്യത്തിന് വഴങ്ങിക്കൊടുക്കുകയും എന്നാൽ അവൻ്റെ വിശ്വാസങ്ങൾ വിട്ടുകൊടുക്കാതിരിക്കും. അങ്ങനത്തെ ഒരു മനുഷ്യൻ ജീവിതത്തിൽ വിജയം പ്രാപിക്കും. ആ ഒരു എലാസ്റ്റിസിറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ വീണയുടെ കമ്പി പോലെ ഒരുപാട് ടൈറ്റ് ചെയ്താൽ ആ കമ്പി പൊട്ടും. ലൂസാക്കി വിട്ടാൽ അതിൽ നിന്ന് നാദം വരത്തുമില്ല. ലൈഫിലും അതുപോലെ എല്ലാം വിട്ടുകൊടുക്കാനും പാടില്ല, എന്നാൽ അതേസമയം കടുംപിടുത്തം പിടിക്കാനും പാടില്ല. നടുക്കുള്ള റബ്ബർ ബാൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ.